അങ്ങനെ ആട് 3 കണ്ടു. ആട് 1ഉം 2 ഒക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത്ര കോമഡി പ്രതീക്ഷിച്ച് പോകുന്നവർക്കാണെന്നുണ്ടെങ്കിൽ അത്ര ഭയങ്കര നല്ല എക്സ്പീരിയൻസ് കിട്ടുമെന്ന് വെച്ചാൽ അറിയില്ല. പക്ഷെ എന്നാലും അവിടെ ഇവിടെയൊക്കെ നല്ല കോമഡി വന്നിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് മ്യൂസിക്കാണ്. ഇതിൽ ഓരോ ക്യാരക്ടറിനും നല്ലൊരു മ്യൂസിക് ബിൽഡപ്പ് കൊടുത്തിട്ടുണ്ട്. അത് ആട് 2ലും 1ലൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിനെക്കാട്ടിയും കുറച്ചും കൂടെ ഹൈ ആയിട്ട് ആട് 3ൽ വന്നിട്ടുണ്ട്. ആട് 1ഉം 2ഉം കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ആട് 3ൽ രാജഭരണവും പിന്നെ ഇപ്പോഴത്തെ കാലഘട്ടവും തമ്മിലുള്ളൊരു മിക്സ് ആണ് നമുക്കിതിൽ കാണാൻ വേണ്ടി പറ്റുന്നത്. പിന്നെ ക്യാരക്ടേഴ്സ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ക്യാരക്ടേഴ്സിനും പഴയ അതേ ഇൻറ്റൻസിറ്റിയിൽ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. കോമഡിയെക്കാട്ടിയും കൂടുതൽ ആർട്ട് വർക്കും മേക്കിങ്ങും നല്ല ഗ്രാൻഡ് ആയിട്ട് ഫീൽ ചെയ്തു. മ്യൂസിക് ഷാൻ റഹ്മാനും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഡോൺ വിൻസെന്റും ആണ് ചെയ്തേക്കുന്നത്. ഇത് രണ്ടും ഈ സിനിമയെ വേറെ തലത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ആക്ച്വലി. പിന്നെ ഷാജി പാപ്പൻ്റെ ആയാലും എൻട്രി എപ്പോഴത്തെയും പോലെ ഇപ്പോഴും കിഡിലാണ്, മാസാണ്. അതേപോലെ അറൈക്കൽ അബുവിൻ്റെ ആയാലും ക്യാപ്റ്റൻ ക്ലീറ്റസിൻ്റെ ആയാലും സാത്താൻ സേവിയറിൻ്റെ ആയാലും ഇവരുടെയൊക്കെ എൻട്രി എന്ന് പറയുന്ന ഒരു രക്ഷയില്ല. അത് നല്ലപോലെ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ കഥയിലേക്ക് വരുവാണെങ്കിൽ തുടക്കം തൊട്ട് അവസാനം വരെ ഒരേ പ്ലോട്ട് പിടിച്ചാണ് പോയേക്കുന്നത്. അതുകൊണ്ട് തന്നെ അതുണ്ടാക്കുന്ന ഒരു ക്യൂരിയോസിറ്റി നമുക്ക് അവസാനം വരെ ഉണ്ടായിരുന്നു. പിന്നെ പഴയ ആ ഒരു ഹൈ റേഞ്ച് ഷാജി പാപ്പൻ ഗ്യാങ് അതൊക്കെ മാത്രം പ്രതീക്ഷിച്ച് പോകുന്നവർക്ക് ചിലപ്പോൾ ഒരു നിരാശ ഉണ്ടാക്കിയേക്കാം. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് ഈ കോമിക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ ആ ഹിസ്റ്റോറിക്കൽ കൊണ്ടുവന്നിടുമ്പോഴത്തേക്കുള്ള അതൊരു ഡിഫറെൻറ്റ് അപ്രോച്ചായിട്ട് ഫീൽ ചെയ്തു. പിന്നെ നെഗറ്റീവ് സൈഡ് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഹാഫിന് ചെറിയൊരു ലാഗ് ഉള്ള പോലെ ഫീൽ ചെയ്തു. പക്ഷെ അതിനു വേണ്ടി സെക്കൻഡ് ഹാഫ് ഭയങ്കര എൻഗേജിങ് ആണ്. അതൊഴിച്ച് നിർത്തിയാൽ ആട് 3 മസ്റ്റായിട്ടും തിയേറ്ററിൽ തന്നെ നിങ്ങൾക്ക് വാച്ച് ചെയ്യാം. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും.